ഹേ ഗൈസ്, നമ്മൾ നെട്ട് നേരെ വിട്ടത് വെള്ളായണിയിലോട്ടാണ്. നെട്ടയിൽ പോയതുപോലെ തന്നെ വഴിയെന്ന് പറഞ്ഞിടത്തോണ്ട് നമ്മൾ മാപ്പിട്ടാണ് പോയത്. മാപ്പ് എൻ്റെ കയ്യിലായതുകൊണ്ട് നമുക്ക് വഴി തെറ്റി. അങ്ങനെ പിന്നെ വനുവും വായിച്ച് വേറൊരു വഴിക്ക് പോയി, നമ്മൾ വേറൊരു വഴിക്ക് പോയി. മൊത്തത്തിൽ ശുഭം. കുറേ കറങ്ങി തിരിഞ്ഞിട്ടായാലും ഞാനും ചേട്ടനും സ്ഥലത്തെത്തി. പക്ഷെ എത്തിയപ്പോഴത്തേനും ലേശം ലേറ്റായി പോയി. അവർ നേരത്തെ എത്തി. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വെള്ളായണി കായൽ. അവർ നേരത്തെ എത്തിയോടെ തന്നെ അവരെ പണിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അല്പം ഫ്രഷ് സ്മൈലാവാം. Now let's go down to the lake. Holding my husband's hand. അത്യാവശ്യം നല്ല ആഴമുള്ളതുകൊണ്ട് നമ്മളവിടെ പൂന്തി പോകാത്തത് ഭാഗ്യം. ഫുള്ളി ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഏകദേശം 750-760 ഏക്കറോളം പരന്ന് കിടക്കുന്ന വിശാലമായ കായൽ. ഇവിടെ കൂടുതലും മീൻ പിടിക്കാനായിട്ടാണ് എല്ലാവരും വരാറ്. മീൻ പിടുത്തം മാത്രമല്ല, ബോട്ടിങ്ങും ഉണ്ട്. പക്ഷെ നമ്മൾ പോയപ്പോൾ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല, വെള്ളത്തിനെ മാത്രമേ കണ്ടോളൂ. ഇവിടുന്ന് മീൻ പിടിക്കാൻ നിന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്തതുകൊണ്ട് വേറെ ഭാഗത്തോട്ട് ചലിക്കാന്ന് കരുതി. പോകുന്ന വഴി മൊത്തം കുണ്ടും കുഴിയും ചെളിയുമായിരുന്നു. ജസ്റ്റ് ഒന്ന് കാല് സ്ലിപ്പായാൽ തീർന്നു അപ്പുറത്ത് കായൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കോരി എടുക്കേണ്ടി വരും. വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി നടന്നു. ചേട്ടൻ കാലൊക്കെ ഊന്നി വന്നതുകൊണ്ട് ഷൂ ഒക്കെ നല്ല ബഹുത്തച്ചായിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ പോയത് കാഞ്ഞിരത്തട്ടി പമ്പ് ഹൗസിലോട്ടാണ്. അവിടുത്തെ വ്യൂ നേരത്തെക്കാളും പൊളിയായിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഫുള്ള് താറാകൂട്ടം. ചേട്ടൻ്റെ ഷൂ മൊത്തം ചെളിയായിട്ട് അവിടെ ഇറങ്ങി ഷൂ ഒക്കെ കഴുകി. ഇവിടെയും ചൂണ്ടയിട്ട്, പക്ഷെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാക്കാമൂലയിലോട്ട് വിട്ടു. അവിടെയും കായലാണല്ലോ. അവിടെ എത്തിയിട്ടുള്ള പരിപാടികൾക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മളെ പോലെ കുറേ പേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കായൽ നിറയെ താമരയാണ്. അവിടെയും കുറച്ചു നേരം കറങ്ങി നിന്നു. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത യാത്രയായതുകൊണ്ട് സമയം പോകുന്നത് അറിഞ്ഞില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലോട്ട് ചലിക്കാം. പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ചായയും കുടിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. ചായ മാത്രമല്ല, ബ്രെഡ് റോസ്റ്റ് ചെയ്തതും കഴിച്ചു. ഇനി നേരെ വീട്ടിലോട്ട്. എ ഡേ വിത്ത് ശുഭം വിഷസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ബൈ.